മഹാഭാരതം ദ്രൗപദി വസ്ത്രാക്ഷേപമാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത്. പാണ്ഡവരെ നശിപ്പിക്കാനുള്ള ഓരോ അവസരങ്ങൾ കൗരവർ സ്വയമേവ സൃഷ്ടിക്കുകയാണ്. പാണ്ഡവരെ ചൂതുകളിക്ക് ദുര്യോധനൻ ക്ഷണിക്കുന്നു. ദുര്യോധനന്റെ അമ്മാവനായ ശകുനി യുധിഷ്ഠിരനുമായി കള്ളച്ചൂത് കളിച്ച് രാജ്യം, പാണ്ഡവർ, ദ്രൗപദി എന്നിവരെ പണയവസ്തുക്കളാക്കി സ്വന്തമാക്കി. ദുശാസനൻ പാഞ്ചാലിയെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് സഭാമണ്ഡപത്തിലേക്ക് വലിച്ചിഴച്ചു. വസ്ത്രാക്ഷേപം തുടങ്ങി. പണയവസ്തുക്കളാകയാൽ പാണ്ഡവർ ബന്ധിതരായിരുന്നു. ഭഗവാനെ, ഹേ ദ്വാരകാവാസിയായ കൃഷ്ണ, ഈ അഗതിയുടെ മാനം കാക്കണേ. കൃഷ്ണഭക്തയായ പാഞ്ചാലി കാതരയായി മാധവനെ പ്രാർത്ഥിച്ചു. എത്ര അഴിച്ചിട്ടും സാരി തീരുന്നില്ല. ദുശാസനൻ ബോധമറ്റ് വീണു. ഭീമന്റെ ഉഗ്രശബ്ദം: ദുശാസന, നിന്നെ വധിച്ച് വയർ പിളർന്ന് ഞാൻ ചോര കുടിക്കും. നിന്റെ രക്തത്താൽ പാഞ്ചാലിയുടെ കേശഭാരം ഞാൻ കോതിക്കെട്ടും. അതുവരെ പാഞ്ചാലിയുടെ മുടി നിലത്ത് കിടന്ന് ഇഴയട്ടെ. അതോടെ എല്ലാവരെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. പകരം 14 വർഷ വനവാസം, 1 വർഷ അജ്ഞാതവാസം.